പാവർട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ 8-ാം വാർഡിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയായി. വാർഡ് മെമ്പർ എം.ടി. മണികണ്ഠന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെയാണ് ബണ്ട് ബലപ്പെടുത്തുന്നത്. യന്ത്രസഹായത്താൽ പുഴയിൽ നിന്ന് ചെളികോരി പുഴബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വാർഡിലെ ഹരിതസഭയും സഹായത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശം സംരക്ഷിത വനമാക്കി കരട് വിജ്ഞാപനം വന്നതിനാൽ വനംവകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയാണ് ബണ്ട് ബലപ്പെടുത്തുന്നതെന്ന് വാർഡ് മെമ്പർ എം.ടി. മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിനുള്ള കാരണം ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നായിരുന്നു. അതിനെ താൽക്കാലികമായി ഒന്ന് ചെയ്യാൻ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് ഇവിടെ താൽക്കാലികമായ തടകണ്ണകൾ നിർമ്മിപ്പിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു. വരും കാലങ്ങളിൽ അവരുടെ ജനകീയമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഹരിതസഭ, നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡിലുള്ള ഹരിതസഭയുടെ ആഭിമുഖ്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ശിങ്കാരി ചീപ്പിന് സമീപം 200 മീറ്റർ ദൂരത്തിൽ 5 അടി ഉയരത്തിലാണ് പുഴബണ്ട് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുകയും വിവിധ കൃഷികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാമ്പത്തിക സഹായമായി പഞ്ചായത്ത് 10,000 രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ മണികണ്ഠൻ ഇടപെട്ട് പുഴയിൽ നിന്ന് മണ്ണുകോരി ബണ്ട് ബലപ്പെടുത്തുന്നത്. TC വിനോസ്, പാവർട്ടി.